പരമ്പരാഗത നെല്ലിനം രക്തശാലിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഒഴൂരിലെ കർഷകർ റാബിയാണ് അരേക്കർ സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. 100 മേനി വിളവാണ് ലഭിച്ചത്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കാർഷിക സർവകലാശാല വിദ്യാർത്ഥികളും വിളവെടുപ്പിൽ പങ്കെടുത്തു. കൃഷിയിൽ വിജയഗാഥ രചിച്ച ഒഴൂരിലെ റാബിയ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത രക്തശാലിയുടെ വിളവെടുപ്പാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത്. ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങൽ, പൊന്മുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ, താനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബാബു ഷാക്കിർ, വെള്ളണിക്കര കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കം നിരവധി പേരാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. രക്തശാലി എന്നുള്ള ഇനം സ്പെഷ്യലായിട്ടുള്ള ഒരു നെൽവിത്താണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. രക്തശാലി എന്ന് പറയാൻ നമുക്കറിയാം അന്യം നിന്ന് പോകുന്ന ഒരു വിത്താണ്. അപ്പൊ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കൃഷി വിജ്ഞാന കേന്ദ്രം കവനൂര് ഈ ശ്രീമതി റാബിയക്ക് നൽകിയ 30 കിലോ നെൽവിത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രദർശനത്തോട്ടം പോലെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള രീതിയിൽ തന്നെ നല്ല മേനി വിളവെടുക്കാനായിട്ട് ശ്രീമതി റാബിയക്ക് സാധിച്ചിട്ടുണ്ട്. രക്തശാലിയുടെ പ്രത്യേകത എന്നുള്ളത് ആ പേരിൽ നിന്ന് മനസ്സിലാക്കാം. രക്തക്കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ചുവന്ന നിറത്തിലുള്ള ഈ അരി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 1 കിലോ നെൽവിത്തിന് 300 രൂപ വരെ വിപണിയിൽ മൂല്യമുള്ള വിത്താണിത്. എനിക്ക് റാബിയോട് പറയാനുള്ളത്, ഇത് വിത്തിന് വേണ്ടി നിർത്തുക. ഈ വിത്തുകൾ വിൽപ്പന നടത്തരുത്. ഇത് സ്വന്തം നമ്മുടെ ഈ ഒഴൂർ പൊന്മുട്ടം പഞ്ചായത്തിലെ മറ്റുള്ള കർഷകർക്കും വിതരണം ചെയ്തുകൊണ്ട് ഇതിനെ പെരുക്കി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ അന്യം നിന്ന് പോകുന്ന എനിക്ക് തോന്നുന്നു ശ്രീമതി റാബിയ ഞവര വിത്ത് ചെയ്യുന്നുണ്ട്. 1 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത്.